ഹലോ വെൽക്കം ബാക്ക് മൈ അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, ഇന്ന് നമ്മൾ ഐശ്വൻ്റെ ചിന്നുൻ്റെയൊക്കെ മുടി ഒന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറിയ കുട്ടിയൊക്കെ മുടി നല്ല വലുപ്പത്തിൽ വളർത്തി കൊടുക്കാം, വെട്ടി കൊടുക്കാനല്ല വളർത്തി കൊടുക്കുക. അപ്പോൾ ഞാൻ ഐശ്വൻ്റെ മുടി ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വളർത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞ് ഒരു ഇതില്ല, ഈ ആ മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു. പ്രത്യേകിച്ച് എൻ്റെ അമ്മയും സുഫൽക്കൻ്റെ അമ്മയും പിന്നെ അങ്ങനെ എനിക്ക് വേണ്ടപ്പെട്ട ഒന്ന് രണ്ടാൾക്കാർ. അപ്പോൾ പിന്നെ ഞാൻ ആ വാക്ക് തട്ടിക്കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരെ നമ്മൾ സുരഭി മാളിലുള്ള ലൂഷ് ബ്യൂട്ടി പാർലറിലേക്കാട്ടോ പോയത്. അവളെ മുടി ജസ്റ്റ് ഫ്രണ്ടും ബാക്കും മാത്രം ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്, ഒന്ന് ലെവലാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആൾ അവിടെ എത്തിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷേ ഈ ക്ലോത്ത് ഇട്ട മുതൽ ആൾ ഭയങ്കര ഇറിറ്റേറ്റഡായി. ആൾക്കൊരു സുഖമില്ല. അപ്പോൾ ചിന്നു ഇങ്ങനെ സോപ്പൊക്കെ ഇട്ട് കളിപ്പിക്കുന്നതുകൊണ്ടാണ് അവളുടെ മുഖത്ത് ഈ ചിരി കാണുന്നത്. പക്ഷേ ആൾ ആ ട്രിമ്മറും ചീർപ്പൊക്കെ ആയിട്ട് വന്നപ്പോൾ തന്നെ ആൾ ഭയങ്കര ഇറിറ്റേറ്റഡായി. അപ്പം പിന്നെ ഞാൻ പറഞ്ഞു ആ ക്ലോത്ത് ഒഴിവാക്കാമെന്ന് പറഞ്ഞു. ക്ലോത്ത് ഒഴിവാക്കിയപ്പോൾ പിന്നെ ആൾ ചെയറിൽ ഒറ്റയ്ക്ക് ഇരിക്കില്ല, ചിന്നുവിൻ്റെ വണ്ടിയിലേ ഇരിക്കുള്ളൂ. എന്നാലും വേണ്ടിയില്ല, എങ്ങനെയെങ്കിലും നമുക്ക് ഈ ഹെയർ ഒന്ന് കട്ട് ചെയ്ത് ഫുള്ളാക്കിയാൽ മതിയല്ലോ. സോ അങ്ങനെ ചിന്നുവിൻ്റെ വണ്ടിയിലിരുന്ന് ഈ ബ്രദറിനെ സമ്മതിച്ചിട്ട് അത്രയും പേഷ്യൻസ് ഉള്ളൊരു മനുഷ്യനാട്ടോ. കാരണം എൻ്റെ മോള് കത്രിക ഒന്ന് തലയിൽ വെക്കുമ്പോൾ അല്ലെങ്കിൽ ചീർപ്പൊന്ന് തലയിൽ വെക്കുമ്പോൾ സമ്മതിക്കില്ല, കൈ കൊണ്ട് തട്ടി തട്ടി കളയണേ. പിന്നെ അവൾ അവരെ കയ്യിലുള്ള ചീർപ്പ് തട്ടിപ്പറിച്ചപ്പോൾ ചിന്നു അവിടെ ഉള്ളൊരു ചീപ്പെടുത്ത് കൈ കൊടുത്ത്. അപ്പം പിന്നെ അവൾ ഞാൻ സ്വന്തമായിട്ട് വാർന്നോളാം എന്നുള്ള രീതിക്കായിരുന്നു. അത്രയും അവളിങ്ങനെ കുരുത്തക്കേട് ഇങ്ങനെ കാണിച്ചപ്പോൾ, ഇങ്ങനെ ചെറിയ ചെറിയ വികൃതികൾ കാണിച്ചപ്പോഴും ആൾ ഭയങ്കര പേഷ്യൻസ് ആയിട്ട്. ആൾ മലയാളിയല്ല, പക്ഷെ മറ്റേ ആര് പറഞ്ഞു മ്യാവൂ ആ പാട്ടൊക്കെ പാടിയിട്ട് ഇട്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ല നല്ല അടിപൊളി മനുഷ്യ കേട്ടോ. ആളിങ്ങനെ അത്രയും എന്താ പറയുക, സഹകരിച്ചുകൊണ്ടായിരുന്നു മുടി വെട്ടാൻ നോക്കി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് അവളെ നിന്നിട്ടായി മുടി വെട്ടൽ. എങ്ങനെയൊക്കെയോ ആണ് ഇതൊന്ന് ഫുള്ളാക്കിയത് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ പിന്നെ അവൾക്ക് ഞാൻ എടുക്കണം എന്നായി. അങ്ങനെ പിന്നെ ചിന്നുവിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങി. അങ്ങനെ എങ്ങനെയൊക്കെയൊക്കെയോ എനിക്കറിയില്ല എങ്ങനെയാണ് ഇതൊന്നും ഇതായതെന്ന്. പിന്നെ ഞാൻ അവളെന്ത് കാര്യത്തിനും വേഗം ചിന്നുവിനെ കൂട്ടും. കാരണം ചിന്നുവിൻ്റെ കയ്യിലാവുമ്പോൾ അവളൊന്നും കൂടി നിൽക്കും. ചിന്നുവിന് ഭയങ്കര ഇഷ്ടമാണ്, ബ്രദറിനെ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ബ്രദറിനെ അവളെ മാമനെ. അപ്പോൾ അവരെ കയ്യിലൊക്കെ ആകുമ്പോൾ അവൾ ഒന്നും കൂടി നിൽക്കും. അപ്പം അവളെ മുടിയൊക്കെ ഒന്ന് വെട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഒന്ന് മുടി സെറ്റ് ചെയ്ത് കാണാൻ. അപ്പോൾ ആ ബ്രദർ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. പക്ഷേ എൻ്റെ മോൾ ഒട്ടും സഹകരിക്കുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു രണ്ടാൾക്കും ബുദ്ധിമുട്ടാവേണ്ട, ആൾക്കും ബുദ്ധിമുട്ടാവേണ്ട, ഐശ്വനും ബുദ്ധിമുട്ടാവേണ്ട. അപ്പം പിന്നെ ഞാൻ പറഞ്ഞു സ്റ്റോപ്പ് ചെയ്യുക, കുഴപ്പമില്ല, നമുക്ക് പിന്നാക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ചിന്നുവിൻ്റെ ഹെയർ കട്ട് ചെയ്യാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിന്നുവിൻ്റെ ഹെയർ കട്ട് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്യുന്ന നേരം അത്രയും നേരം ഇനി ആൾ അവിടെ നിർത്തുക എന്ന് പറയുന്നത് വൺ ടാസ്ക്കാണ്. അപ്പം ഞാനും ഉമ്മയോളും കൂടി പതുക്കെ പുറത്തേക്ക് ഇറങ്ങി, ഇവിടുന്ന് പാർലറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി സുരഭീൻ്റെ ഹൈപ്പർ മാർക്കറ്റ് കയറി. ഈ പഞ്ചാബി ഹൗസിലുണ്ടല്ലോ നമ്മൾ ഹരിശ്രീ അശോകും ദിലീപും കൊച്ചനനീഫും കൂടി നടക്കുമ്പോൾ ഒരു സൈഡ് വലിവ്, അതേപോലെയാണ് ഞാനും ഉമ്മയും മോളും പോകുമ്പോൾ ഇടയ്ക്ക് ടോയ്സ് കാണുന്ന കടയ്ക്ക് മോക്കൊരു സൈഡ് വലിവാണ്. അത് മാത്രമല്ല ഇടയ്ക്ക് ഈ സൈഡ് വലിവ് ഉമ്മക്കും ഉണ്ടാവും. ഈ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ ആ സൈഡിൽ ഒരു വലിവാണ്. പക്ഷെ ഉമ്മനെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ, നല്ല അടിപൊളി പാത്രങ്ങളായിരുന്നു, നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഈ സ്റ്റീലിൻ്റെ ഈ ഒരു പാത്രം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷെ വില കേട്ടപ്പോൾ ഞാനത് അവിടെ തന്നെ വെച്ചു. വില അത്ര വലിയ വില ഒന്നുമല്ല, 600 റുപ്പിയാണ്. പിന്നെ എനിക്കിപ്പോൾ അത്ര വലിയ അത്യാവശ്യം ഇല്ലല്ലോ വിചാരിച്ച് ഞാനത് അവിടെ വെച്ചു. പിന്നെ വന്ന് നോക്കിയപ്പോഴും ചിന്നുവിൻ്റെ കഴിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ നേരെ കേക്ക് സ്റ്റുഡിയോയിൽ കയറിയിട്ടോ. സംഭവം കേക്ക് സ്റ്റുഡിയോയിൽ ഞാൻ എപ്പം കയറിയാലും എനിക്ക് അവിടുത്തെ ഫുഡും ജ്യൂസും കേക്ക്സും ഒക്കെ ഇഷ്ടമാവാറുണ്ട്. പക്ഷേ ഈ സാധനം ഉണ്ടല്ലോ, ഈ ഡ്രീം കേക്ക്, അതെന്നെ ഫുള്ളി ഡിസപ്പോയിൻറ്റഡ് ആക്കിയിട്ടോ. കാരണം ഞാൻ ഇതിന് മുന്നേ 2-3 വട്ടം ഡ്രീം കേക്ക് വേറെ സ്ഥലത്ത് നിന്ന് കഴിച്ചിട്ടുണ്ട്. ഇവിടുത്തേത് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല, പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമായില്ല. ഇതിന് 350 റുപ്പി പ്രൈസും ഉണ്ട്. ആ ഒരു പ്രൈസിന് പോകത്തല്ല അത് ശരിക്കും. എന്താണെന്നാവോ, ചില സമയത്ത് അങ്ങനെ ആണല്ലോ. അപ്പോൾ എന്തായാലും ഐശ്വനും ഇഷ്ടമായില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുന്ന് പതിയെ അങ്ങോട്ട് നീച്ചു. മതി ഇനിയാണോ? പല്ല് കാണട്ടെ. തൊട്ട് കാണിച്ചിട്ട് അച്ഛൻ അച്ഛൻ തന്നെ കോഴിമുട്ടെ. ഹായ്. എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോത്തിന് നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ആ മഴയത്ത് നമ്മളിങ്ങനെ ചാടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ എന്ന് പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം.